പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD അഥവാ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇന്നത്തെ പുതിയ ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം നേരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചിന്തിച്ചതിന്റെ ശേഷമായി അതിനെ തുടർന്ന് ആഗോള കത്തോലിക്ക സഭയിൽ ഏതാണ്ട് 1600 വർഷങ്ങൾക്ക് ശേഷം സുപ്രധാനമായ ചില തീരുമാനങ്ങൾ വിശ്വാസികൾക്കുള്ള പ്രബോധന രേഖയായി നവംബർ 4 പ്രഖ്യാപിച്ചതിന് ശേഷം ലോകത്താകമാനം ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായി തീർന്നിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ പുതിയ മാർഗരേഖയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കത്തോലിക്ക സഭ എക്കാലവും വിശുദ്ധ മറിയത്തെ രക്ഷയ്ക്കായി യേശുക്രിസ്തുവിന്റെ രക്ഷണീയ കർമ്മത്തിൽ സഹരക്ഷകയെന്നും ദൈവത്തിന്റെ മാതാവെന്നും പരിശുദ്ധ മറിയമെന്നും ഇങ്ങനെയുള്ള സവിശേഷ പദവികൾ കൊടുത്ത് ആദരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് കത്തോലിക്ക സഭയിലെ സുപ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദികർ തുടങ്ങിയവർക്ക് നിഷേധിക്കേണ്ട ബാധ്യതയുണ്ടെങ്കിലും സ്വന്തം മനസാക്ഷിയിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലെ കൈവച്ചുകൊണ്ട് അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ കുടികൊള്ളുന്നത് ക്രിസ്റ്റോളജിയിലല്ല, മേരിയോളജിയിലാണ്. ഇത് എല്ലാവർക്കും വളരെ സുവ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സത്യമാണ് എന്നിരിക്കെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആഗോള ക്രൈസ്തവ സഭകളുടെ പരമാധികാരിയാകുന്ന പോപ്പ് ഒരു പ്രഖ്യാപനം നടത്തുന്ന വഴി അല്ലെങ്കിൽ അവരുടെ മെത്രാൻ സംഘം ഒരു രേഖ ഔദ്യോഗികമായി ക്രോഡീകരിച്ചുണ്ടാക്കിയത് പ്രഖ്യാപിക്കുന്നത് വഴി വിശ്വാസികളുടെ ഇടയിൽ മറിയത്തിന് ഇന്ന് വരെയും അവർ കൽപ്പിച്ചു കൊടുത്തിരുന്ന ദൈവമാതാവ്, പരിശുദ്ധ കന്യക, പരിശുദ്ധ മാതാവ്, തിയോടോക്കോസ് അല്ലെങ്കിൽ ദൈവമാതാവ് തുടങ്ങിയ സ്ഥാനങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കത്തോലിക്കൻ, മുൻകാലത്ത് ഒരു കത്തോലിക്കനായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന് ഈ മീറ്റിങ്ങിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ അടുത്തറിയാവുന്ന ധാരാളം ആളുകൾക്കറിയാം, ഞാൻ ഒരു വലിയ മരിയ ഭക്തനായിരുന്നു. ആ കാലങ്ങളിൽ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് മറിയത്തിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള, അതിന്റെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ള, മറിയത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും ദൈവം മുന്നേ കണ്ടതുകൊണ്ട് കത്തോലിക്ക സഭ വിട്ട് പുറത്തു വന്ന ദൈവവചനത്തിൽ വിശ്വസിക്കുവാനും ഇന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമുള്ള ഒരു ക്രിസ്ത്യാനിയായി, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ ദൈവകൃപയാൽ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ പുതിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക വൈദികന്മാര് ഈ കത്തോലിക്ക മാതാവിന്റെ നേതൃത്വത്തിലുള്ള പിൽഗ്രീം സെന്ററുകളിൽ അവിടുത്തെ കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതന്മാരും അതുപോലെ പൊതുവേദികളിൽ കത്തോലിക്ക സഭയുടെ പ്രഘോഷകരായിട്ടുള്ള വൈദികന്മാരും കത്തോലിക്ക സഭ ഒരിക്കൽ പോലും മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും കത്തോലിക്ക സഭ എല്ലാ മധ്യസ്ഥതകളും ഇടയും ഏറ്റവും സുപ്രധാന മധ്യസ്ഥ എന്ന് മറിയത്തെ വിളിച്ചിട്ടില്ല എന്നൊക്കെ വന്ന് പറഞ്ഞ് മെഴുകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ അതിശയമാണ് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതെങ്കിൽ മിക്കവാറും പെന്തക്കോസ്റ്റൽ സഭകൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വാദഗതികൾ വളരെ വിശ്വസനീയമാകും വണ്ണം കത്തോലിക്ക സഭയുടെ ഡോക്യുമെന്റ്സ് ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. കാരണം ഇത് പിശാച് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധന വേറെ ഏതൊരു വ്യക്തിക്ക്, അത് യേശുവിന്റെ അമ്മയായ മറിയമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരുമായിക്കോട്ടെ, അവരുടെ അടുക്കിലേക്ക് യേശുവിന് കിട്ടേണ്ടുന്ന ബഹുമാനവും ആരാധനയും പോകുന്നതിൽ ഏറ്റവും അധികം സന്തുഷ്ടനായിരിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ ലൂസിഫറാണ്, പിശാചാണ്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വ്യക്തി അവന്റെ വിശ്വാസം, അവന്റെ പ്രത്യാശ യേശുക്രിസ്തുവിൽ നിന്ന് മാറ്റി
വേറെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക്, അത് സാമൂഹികമായ, രാഷ്ട്രീയമായ, മതപരമായ അല്ലെങ്കിൽ ആരാധന യോഗ്യമായ വിഷയങ്ങളിലേക്ക് മാറ്റി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പിശാച് മാത്രമേ സന്തോഷിക്കുന്നുള്ളൂ. കാരണം അവന്റെ ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾ ആരും യേശുവിന്റെ അടുക്കിലേക്ക് പോകരുത്, മറിച്ച് നിങ്ങൾ എവിടേക്ക് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എല്ലാ ആരാധനയും വന്നു ചേരുന്നത് പിശാചിലാണ്. അപ്പോൾ മറിയത്തിന് കൊടുക്കുന്ന ഒരു ആരാധനയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു വസ്തുത ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ മറിയം എന്ന് നാം പറയുന്ന യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ജീവിച്ചിരുന്ന നസ്രത്തുകാരിയായ ഈ അമ്മ, യോസഫിന്റെ ഭാര്യയായി പിന്നീട് യോസഫിനോട് കൂടെ ജീവിച്ച് മരിച്ചു എന്ന് ചരിത്രം വിശ്വസിക്കുന്ന ഈ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, ഈ അമ്മ പറയും, എന്റെ പേരിൽ നടക്കുന്ന ഈ കോലാഹലങ്ങൾ ഒട്ടും ശരിയല്ല എന്ന് പറയുമായിരിക്കും. എന്നാൽ നിർഭാഗ്യകരം, അല്ലെങ്കിൽ ഭാഗ്യകരം എന്ന് പറയട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 9:5-ലും 6-ലും പറയുകയാണ്, മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും ആരും ഒന്നും അറിയുന്നില്ല. ആമേൻ. അപ്പോൾ മരിച്ച ഓരോ മനുഷ്യരും അവരുടെ ജീവിതകാലത്ത് വിശുദ്ധരായി ജീവിച്ച് മരിച്ചവരെങ്കിലും അവർ മൗനതയിലിരിക്കുന്നു, അവര് ഒന്നും അറിയുന്നില്ല. അവരുടെ പേരിൽ ഇവിടെ വലിയ കോലാഹലങ്ങളും വലിയ പള്ളികളും വലിയ നേർച്ചകാഴ്ചകളും നടക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നില്ലെന്നുള്ളതാണ് വസ്തുത. അറിയുമായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ അമ്മ വന്ന് പറയുമായിരുന്നു, മക്കളെ നിങ്ങൾ ഇത് ചെയ്യരുത്, ഇത് പാപമാണ് എന്ന് പറയുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കത്തോലിക്ക സഭ തുടങ്ങിയുള്ള മറിയ ഭക്തി ആലടിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ വിഷയമായി കൊണ്ടു നടക്കുന്ന സഭകളെല്ലാം തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കൊടുക്കുന്നതിനേക്കാൾ മുന്തിയ പരിഗണന ഈ മാതാവിന് കൊടുത്തിട്ടുണ്ട്. മാതാവിനെ ദൈവമാതാവ്, തിയോടോക്കോസ് എന്ന പദവിയിൽ വെച്ചിട്ടുണ്ട്, വാഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭ ഒരു എറ്റേണൽ വിർജിനിറ്റി, നിത്യ കന്യകാത്വം മാതാവിന് കൊടുത്തിട്ടുണ്ട്. ഈ മാതാവ് നിത്യ കന്യകയല്ല എന്ന് ഈ പുതിയ പ്രബോധന രേഖ പറയുന്നില്ല. മാതാവ്, യേശുവിന്റെ അമ്മയായ മറിയം ദൈവമാതാവ് അല്ല എന്ന് ഈ പുതിയ പ്രബോധന രേഖ പറയുന്നില്ല. അതുപോലെ 1954 യേശു മാതാവ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്ന തെളിവില്ലാത്ത ഈ പ്രഖ്യാപനവും സഭ ഡിസോൺ ചെയ്യുന്നില്ല. അതുപോലെ 1850 പ്രഖ്യാപിക്കപ്പെട്ട മാതാവിന്റെ ജന്മപാപം ഇല്ലാത്തവൾ എന്നുള്ള പദവിയും കത്തോലിക്ക സഭ തള്ളിക്കളഞ്ഞിട്ടില്ല. ആകെപ്പാടെ ഈ കത്തോലിക്ക സഭ തള്ളിക്കളഞ്ഞതായി നാം കേൾക്കുന്നതും ഇപ്പോൾ അവര് വ്യാഖ്യാനിച്ച് കഷ്ടപ്പെടുന്നതുമായ ഒരേ ഒരു കാര്യം, മാതാവ് സഹരക്ഷകയല്ല. അത്രത്തോളം ആശ്വസിക്കാൻ വകയുണ്ട്. അത്രയും അവർ സമ്മതിച്ചല്ലോ. പ്രൈസല്ലോ. സഹരക്ഷകയല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പദവിയിൽ നിന്ന് മാതാവിനെ മാറ്റുക വഴി കത്തോലിക്ക സഭ വിശ്വാസികൾ ആരും തന്നെ മാതാവിന് അവർ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ശേഷം ദൈവം അതിന് വിരുദ്ധമായ പദവികളിൽ മാതാവിനെ തുടർന്നും അവർ ആരാധിക്കുകയും ബഹുമാനിക്കുകയും മധ്യസ്ഥത തേടുകയും ചെയ്യും എന്നുള്ള കാര്യം നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. ഇത്തരം കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങളിൽ, മുൻകാലങ്ങളിൽ കത്തോലിക്ക സഭയിൽ മറിയത്തിന്റെ സഹരക്ഷക പദവിയെ സംബന്ധിച്ച് വ്യക്തമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഫാദർ ദാനിയേൽ പൂവണ്ണത്തിലടക്കം ഈ മേഖലയിൽ മരിയോളജിയുടെ പ്രഘോഷകരായി പ്രസംഗിച്ചിട്ടുള്ള എല്ലാ വൈദികരും ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. മറിയം സഹരക്ഷകയല്ല എന്നാണ് സഭ പഠിപ്പിച്ചിട്ടുള്ളത്. സഭ തെറ്റ് തിരുത്തുകയല്ല, സഭ അങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തിരുത്തൽ എന്ന് പറയുന്ന ഒരു വിഷയം ഉദിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഒരു കത്തോലിക്കൻ എന്നുള്ള ഒരു മരിയോ വിശ്വാസി എന്നുള്ള നിലയിൽ മുൻപ് എന്റെ മുൻകാലത്തെ അനുഭവം വെച്ച് പറയാൻ കഴിയും, സഭ ഈ തെറ്റ് 100 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തെളിവായി നമ്മുടെ മുമ്പിൽ നിൽക്കെ ഈ പുതിയ പ്രബോധന രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രബോധന രേഖ മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രബന്ധത്തിന്റെ അല്ലെ രേഖയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മറിയം സഹരക്ഷകയല്ല, മറിച്ച് വിശ്വാസികളുടെ മാതാവ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പദവി ദൈവവചനത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? മാതാവ്
വിശ്വാസികളുടെ മാതാവ് എന്നുള്ള ഒരു പദവിയിലേക്ക് ഏത് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രഘോഷിക്കാൻ കഴിയുക? ആദിമ സഭ ജെറുസലേമിൽ 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടി ആരംഭിക്കപ്പെട്ട 3000-ത്തോളം ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവ് അവരെ തന്റെ വിശുദ്ധ ശരീരമാകുന്ന സഭയോട് ചേർത്ത് ആരംഭിക്കപ്പെട്ട വിശുദ്ധ സഭയിലെ അപ്പോസ്തലന്മാരോ അവരുടെ ശേഷം വന്ന ശിഷ്യന്മാരോ ആർക്കെങ്കിലും മറിയത്തിനാകട്ടെ മറ്റാർക്കെങ്കിലും ആകട്ടെ വിശ്വാസികളുടെ മാതാവ് എന്നുള്ളൊരു പദവി കൊടുത്തതായി ഏതെങ്കിലും ഒരു സഭാരേഖ തെളിവിനായി കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇത് ആദ്യമായി ചോദ്യത്തിലെ വിഷയമാണ്. ആദ്യത്തെ വിഷയം. ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രദർ വിൽസൺ ബെഞ്ചമിനോടാണ്. ഈ ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, ഞാൻ ആമുഖമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന വിശുദ്ധ സഭയ്ക്കകത്ത് യേശു ക്രിസ്തു നമ്മളെ വചനത്തിൽ പറയുന്നത് അവൻ വിശ്വാസികൾക്ക് അരളിയ പിതാവാണ്. അതേസമയം അവൻ ആത്മീയ സഭയുടെ ഭർത്താവായ കാന്തനായ മണവാളനും കൂടിയാണ്. എന്നാൽ അപ്പോസ്തലന്മാർക്കാകട്ടെ വേറെ ഏതെങ്കിലും ആ കാലഘട്ടങ്ങളിൽ സമകാലികരായി ജീവിച്ചു വന്നിരുന്ന ആർക്കെങ്കിലും ആകട്ടെ, ഇനി യേശുവിന്റെ അമ്മയായ മറിയത്തിനാകട്ടെ, ഈ വിശ്വാസികളുടെ മാതാവ് എന്ന പദവിക്ക് യോഗ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി എന്തെങ്കിലും ചരിത്ര രേഖകളുണ്ടോ? അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വരാനുള്ള കാരണം എന്തായിരിക്കാം? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ബൈബിളിനെ ആണ് അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമായിട്ട് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഒരു വിശ്വാസി ജനിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരു വിശ്വാസി ജനിക്കുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ ആദ്യമുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. നിങ്ങൾ വെള്ളത്താലും ആത്മാവാലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അതുപോലെ തന്നെ യോഹന്നാൻ 1:12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും അവൻ ദൈവമക്കൾ ആകുവാനുള്ള അധികാരം കൊടുത്തു. അവർ സ്ത്രീയുടെ ആഗ്രഹപ്രകാരവുമല്ല, ഒരു ആണിന്റെ ഭർത്താവിന്റെ ആഗ്രഹപ്രകാരവുമല്ല, അവർ ആത്മാവാൽ ജനിച്ച മക്കളാകുന്നു എന്ന് പറയാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ജഡപ്രകാരം ഒരു അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു വിശ്വാസിക്ക് ഇല്ല എന്ന് തന്നെ നമ്മൾ തറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. ഇത് ഒന്നുകൂടെ എങ്ങനെയാണ് നമുക്ക് അത് തരപ്പെടുത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു പോയാൽ അവിടെ 2 തരം വിശ്വാസികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം അബ്രഹാമിന് 2 തരത്തിലെ മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഹാഗറിൽ കൂടെ ഉണ്ടായ മക്കൾ, അവരെ പറയുന്നു ജഡപ്രകാരമുള്ള ഉണ്ടായ മക്കൾ. ഇന്ന് നമ്മൾ കാണുന്നു അവരും വലിയൊരു സമൂഹമാണ്. ഇസ്മായിലിൽ കൂടെ ഉണ്ടായ മക്കൾ, അവര് അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള സന്തതിയിൽ എണ്ണപ്പെടും. പക്ഷേ ഇസ്മായിലിനെ പറ്റി നമ്മൾ കാണുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഇസഹാക്ക് ജനിച്ച ശേഷം പറയുന്നു, ദൈവം പറയുന്നു, അബ്രഹാമിനോട് പറയുന്നു, അവിടെ പറയുന്നു, ഇസഹാക്കിൽ കൂടെയാണ് നിന്റെ തലമുറ എണ്ണപ്പെടുവാൻ പോകുന്നതെന്ന്. ഇസ്മായിലിൽ കൂടെ അല്ല എന്ന് അവിടെ വളരെ വ്യക്തമാണ്. അവനെ വലിയൊരു ജാതിയാക്കും, അവനും വലിയ ഒരു ആൾക്കൂട്ടമായി തീരുമെന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നെങ്കിലും അബ്രഹാമിന് ലഭിക്കേണ്ട വാഗ്ദത്തങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇസഹാക്കിൽ കൂടെയും, പിന്നെ ശേഷം ഇസഹാക്കിനുണ്ടായ മക്കളിൽ യാക്കോബ് എന്ന് വരുമ്പോൾ യാക്കോബിനെയാണ് ഇസ്രായേൽ എന്ന്
കർത്താവ് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹാഗാറിൽ നിന്നും ജനിച്ച മക്കൾ ദാസിയുടെ മക്കളാകുന്നുവെന്നും, ഒരു ജഡപ്രകാരം ജനിച്ച മക്കൾ അവർ ദാസിയുടെ മക്കളാകുന്നുവെന്നും, വിശ്വാസികളുടെ അമ്മ ആരാകുന്നു? അവൾ മച്ചിയായ സ്ത്രീയെ പോലെ സാറയെ പോലെ ആകുന്നു എന്ന് പറയുന്നു. ഒന്ന്, അപ്പോൾ അവൾ മച്ചിയായിരിക്കണം. നമുക്കറിയാം മറിയം മച്ചിയല്ലായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളോട് പറയുന്നുണ്ട്. അവർ മച്ചിയായ സ്ത്രീ ഒന്നും അല്ല, അവര് ഒരു വെർജിൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവര് മച്ചിയായിട്ട് വചനം ഒരിക്കലും കാണിക്കുന്നില്ല. പിന്നെ പറയുന്നു അവർ മച്ചിയായ സ്ത്രീയെ പോലെ ആകുന്നു, സാറായെ പോലെ ആകുന്നു, അവർ പുതിയ യെരുശലേം നഗരമാകുന്നു എന്ന് പറയുന്നു. അതിൽ കൂടെയാണ് ഒരു ദേശം, ഒരു നഗരത്തിനെ നമ്മൾ അമ്മയെന്ന് ജാതീയ വ്യവസ്ഥയിൽ വിളിക്കുന്നത്. ആത്മാവിൽ നിന്ന് ജനിച്ച മക്കൾക്ക് ഒരു ആത്മീയ ഒരു നഗരമാണ് സങ്കല്പമായി നൽകുന്നത്. ആ പുതിയ യെരുശലേം നഗരത്തെ പറ്റി പറയുന്നത് അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. ആ പുതിയ യെരുശലേം ആകുന്നു നമ്മുടെ അമ്മ എന്ന് അപ്പോസ്തോലനായ പൗലോസ് ആദ്യത്തെ നൂറ്റാണ്ടിൽ വളരെ വ്യക്തമായിട്ട് വിശ്വാസികളോട് പറയുമ്പോൾ നമുക്ക് എന്തിന് ഒരു ജഡപ്രകാരമുള്ള അമ്മ? നമ്മൾ പറയുന്നു മറിയ, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസികളെ പറ്റി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വിളിക്കേണ്ടത്? നിങ്ങൾ സഹോദരന്മാരാകുന്നു എന്നാണ് പറയുന്നത്. ആരെയും റബ്ബി എന്ന് വിളിക്കരുത്, ആരെയും പിതാവെന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് പിതാവ് സ്വർഗീയ പിതാവായിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്വർഗീയ അമ്മയാണ് ആത്മാവാൽ ജനിച്ച മക്കൾക്കുള്ളത്. അവര് വേറെ ആരുമില്ല. സ്വർഗത്തിൽ നിന്നും ദൈവം തന്നെ ഇറക്കി വിടുന്ന ഒരു വിശുദ്ധ നഗരത്തെ പറ്റിയാണ് പറയുന്നത്. ഈ പുതിയ യെരുശലേമാകുന്നു നിങ്ങളുടെ അമ്മ എന്ന് അപ്പോസ്തോലനായ പൗലോസ് നമ്മളോട് പറയുമ്പോൾ നമുക്ക് വേറെ ഒരു അമ്മയുടെ ആവശ്യമില്ല. മറിയ നമുക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു സഹോദരിയെ പോലെ, ഒരു സഹവിശ്വാസിയെ പോലെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഒരു സഹവിശ്വാസിയെ പോലെ നമ്മൾ കാണുന്നു. ഇന്ന് പോപ്പ് വളരെ വ്യക്തമായിട്ട് പറയുന്നു അവരൊരു ക്രിയേറ്റർ അല്ല, അവരൊരു ക്രിയേഷൻ ആകുന്നു. അപ്പോൾ അവർ സൃഷ്ടിയുടെ ഭാഗമാകുന്നു. നമ്മളെപ്പോലെ തന്നെ അവരൊരു സൃഷ്ടിയുടെ ഭാഗമായിരിക്കുന്ന ഒരു സഹോദരിയാകുന്നു. നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു സഹോദരിയാകുന്നു. അതിനപ്പുറം ഒന്നുമല്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. താങ്ക് യു. വളരെ വ്യക്തമാണ് ബ്രദറിന്റെ ഉത്തരം. എനിക്ക് രണ്ടാമത് ചോദിക്കാനുള്ളത്, നമ്മൾ കേട്ടു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്ന നമുക്കുള്ളതുപോലെ, അല്ലെങ്കിൽ യേശുവിന്റെ അമ്മ എന്നൊരു സ്ഥാനത്തിൽ നിന്നും അപ്പുറമായി വിശ്വാസികൾക്ക് പൊതുവായിട്ട് ഒരു അമ്മയില്ല. മറിച്ച് വിശ്വാസികൾക്ക് പിതാവായി അബ്രഹാമിനെ ചൂണ്ടിക്കാണിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു, അതുകൊണ്ട് അവൻ വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു, അങ്ങനെ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അതുപോലെ നാമും ദൈവവചനത്തിൽ വിശ്വസിക്കുക വഴി അബ്രഹാം എന്ന വിശ്വാസിയായ പിതാവിന്റെ അതേ വിശ്വാസം പിന്തുടരുമ്പോൾ അബ്രഹാം നമുക്ക് വിശ്വാസത്തിന്റെ പിതാവായി നിൽക്കുന്നു. എന്നാൽ അബ്രഹാമിനെ പോലെ നമുക്ക് വിശുദ്ധ മറിയത്തെ നമ്മുടെ അമ്മയായിട്ട് ചൂണ്ടിക്കാണിക്കുവാൻ വിശുദ്ധ സഭ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ സഭ, അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായ വിശുദ്ധ സഭയോ അതിന്റെ അപ്പോസ്തലന്മാരായിരുന്ന ആളുകളോ ആരും ആ കാര്യത്തെ പഠിപ്പിച്ചിട്ടുള്ളതായ ഒരു രേഖയും നമുക്ക് ചരിത്രപരമായി കാണാനില്ല. എന്റെ ചോദ്യം രണ്ടാമതായിട്ട്, കത്തോലിക്ക സഭ അന്നും ഇന്നും മറിയത്തെ കുറിച്ച് അഭിസംബോധന ചെയ്യുന്ന പരിശുദ്ധ കന്യകാ മാതാവ് എന്നുള്ളതാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഹോളി വിർജിൻ മേരി എന്നുള്ളതാണ്. ഒന്ന് ഹോളിയാണ്, രണ്ട് വിർജിനാണ്, മൂന്ന് മേരിയാണ്. വിർജിൻ എന്നുള്ള വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസ് എടുക്കണം, ഒരുപാട് വേണം. അവർ ആ വിഷയത്തെ സ്പർശിക്കാത്തത് കൊണ്ട് പരിശുദ്ധ മറിയം എന്നൊരു പദം കത്തോലിക്ക സഭ എല്ലായ്പ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ വിശുദ്ധ മറിയം എന്ന് അവർ ഉപയോഗിക്കാറില്ല.
എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ മറിയത്തെ പരിശുദ്ധ മറിയം എന്ന് അഭിസംബോധന ചെയ്യുന്നത്? ബൈബിളിൽ ഈ ഒരു വ്യക്തിയെ പരിശുദ്ധൻ എന്ന് അഭിസംബോധന ചെയ്യാൻ ആരെയാണ് പരിശുദ്ധൻ എന്ന് അഭിസംബോധന ചെയ്യുവാൻ കഴിയുന്നത്? ആ പദവി മറ്റു പലരും കൈയാളിയതായി അല്ലെങ്കിൽ ഉള്ളതായിട്ട് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്നുണ്ടോ? ബൈബിൾ പഠിപ്പിക്കുന്ന ആ ഒരേ ഒരു പരിശുദ്ധനെ ഉള്ളൂ. ആ ഒരു പരിശുദ്ധൻ ദൈവമാണെന്ന് പറയുമ്പോൾ മറിയത്തെ പരിശുദ്ധ മാതാവ് എന്ന് വിളിക്കുന്നതിന്റെ സാങ്കത്യം എത്രമാത്രം വ്യക്തമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് രാജു പാസ്റ്ററോട് ചോദിക്കാനുള്ളത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇതിൽ സന്നിഹിതരായിരിക്കുന്ന ദേവദാസന്മാരോടുള്ള സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്നതായിരിക്കുന്ന ഈ വിഷയത്തോടനുബന്ധിച്ച് ഇന്നത്തെ ചോദ്യം വളരെ അനുഗ്രഹീതമായ ഒരു ചോദ്യമാണ്. വിശുദ്ധ മറിയം എന്ന് പറയുവാൻ അവർ കാരണമായി തീർന്നിരിക്കുന്നത് ദൈവത്തെ പ്രസവിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു ഉദരമായിരിക്കുന്നത് കൊണ്ട് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും മാത്രമല്ല വിശുദ്ധിയോടുകൂടെ ജീവിക്കപ്പെട്ടതിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ടും അവരെ ഒരു പരിശുദ്ധ എന്ന് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണാൻ അവർ ഇടയാകുന്നു, അങ്ങനെ ചിന്തിക്കുന്നു. എന്നാൽ പരിശുദ്ധൻ ദൈവം മാത്രമേ ഉള്ളൂ. മാത്രമല്ല യേശുക്രിസ്തു പറയുന്നതായ ഒരു കാര്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരായി കാണുന്നത്. അപ്പോൾ ആ പദവിയിൽ ഈ മറിയം ദൈവത്തിന്റെ വചനങ്ങളെ വിശ്വസിക്കുകയും അനുസരിച്ച് ജീവിക്കുകയും ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ദൈവം വിശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ആയിരിക്കണം ഈ മറിയം വിശുദ്ധയായിരിക്കുന്നു എന്ന് അവർ പറയുവാൻ അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ കാരണമെന്ന് കരുതുകയാണ്. എന്നാൽ നമുക്ക് സ്ത്രീകളിൽ വെച്ച് ജനിച്ചവരിൽ ആരും തന്നെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവം അത് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ലേഖനത്തിലൂടെയും അത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇത് സഹോദരി എന്ന് പറയുവാൻ അല്ലെങ്കിൽ മാതാവെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. അവർ വിശുദ്ധ സ്ത്രീയാണ് അല്ലെങ്കിൽ വെർജിനാണെന്നൊക്കെയും പറയുമ്പോൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷങ്ങളിലും സ്തോത്രം മർക്കോസ് സുവിശേഷം അതിന്റെ 3:31 വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 12 വായിക്കുമ്പോൾ, ലൂക്കോസിൽ 19, മർക്കോസ് 6-ാം അധ്യായത്തിന്റെ 3 നമ്മൾ വായിക്കുമ്പോൾ അവർ നിത്യമായ ഒരു കന്യകയല്ല എന്ന് നമുക്ക് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം 4 സഹോദരന്മാരുടെ പേരുകളും സഹോദരിമാരുടെ പേരുകളും പറയുന്നത് കൊണ്ട് മറിയത്തെ സംബന്ധിച്ച് യേശുക്രിസ്തു കൂടാതെ മക്കളുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ടൊരു നിത്യ കന്യക എന്ന് പറയുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 42 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 3:31 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥമായി മാത്രമല്ല ഈ വിശുദ്ധയായ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ ഒരുക്കപ്പെട്ട, ദൈവം ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ യഥാർത്ഥമായി
സ്വീകരിക്കുന്ന ഏതൊരു മകളും മകനും ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, യേശുക്രിസ്തു ആണ് സൃഷ്ടാവായിരിക്കുന്നതെന്നും യേശുക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയാകുന്നു മറിയ എന്നും ആയിരിക്കുന്നത് കൊണ്ട് ഒരു ദൈവ മാതാവ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം സൃഷ്ടാവിനെ അല്ലെങ്കിൽ ആ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയുടെ അമ്മയെന്ന് പറയുവാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ ആർക്കും കഴിയുന്നതല്ല. ഞാൻ പണ്ടേ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ട് എന്നാണ്. അവൻ മുഖാന്തര സകലതും ഉളവായി എന്നാണ്. അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. അപ്പോൾ കേവലം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ നിത്യപദ്ധതിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീ മാത്രമാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ജഡ ധരിച്ചു എന്നുള്ളത് മാത്രം. വേഷത്തിൽ മനുഷ്യനായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ പദവി ഉണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15 സ്ത്രീയുടെ സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു കനാവിന്റെ കല്യാണത്തിലും സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് സംബോധന ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മാത്രമല്ല നമുക്ക് കന്യക എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയും. ആ ഒരു കാരണത്താൽ നമുക്ക് യേശുക്രിസ്തു സ്ത്രീ എന്ന് സംബോധന ചെയ്തപ്പോൾ ഒരു സൃഷ്ടി എന്നുള്ളതായിരിക്കുന്ന കാര്യം ഊന്നി പറയുകയാണ്. അതുകൊണ്ട് ഈ കന്യക എന്നതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമായിരിക്കുന്നതുകൊണ്ട് അതൊരു മുന്നമേ ദൈവവചനത്തിൽ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അർഹയായ ഒരു സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് അവരെ വിശുദ്ധ സ്ത്രീ എന്ന് പറയുന്നത് മാത്രമാണുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സ്ഥാനത്തോ മറ്റോ വിശുദ്ധന്മാരുടെ സ്ഥാനത്തോ വെച്ച് നമുക്ക് ചിന്തിക്കുവാൻ നമുക്ക് പാടുള്ളതല്ല. കാരണം അപ്പോസ്തലന്മാരുടെ പേര് വരുവാനുള്ള പുതിയ യെരൂശലേമിലും എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ എല്ലാ സഭയുടേതായിരിക്കുന്ന പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് കർത്താവാണ് എങ്കിൽ അത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം യോഗ്യരായിരിക്കുന്ന അനേകരും നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയും. അതുകൊണ്ട് മാതാവെന്ന്, സകല മനുഷ്യരുടെയും മാതാവെന്ന് പറയപ്പെടുന്ന ഹവ്വയാണ്. വിശ്വാസികളുടെ മാതാവായി പരിഗണിക്കപ്പെടുന്നത് സാറയാണ്. പിന്നെയോ പുതിയ യെരൂശലേം എന്നുള്ളതായിരിക്കുന്ന മാതാവെന്ന് പറയുന്നുണ്ട്. നിവേശികളുടെയും എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നത് അങ്ങനെ ഒരു മാതാവിനെ കുറിച്ചും പറയുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞു. അതുകൊണ്ട് വിഷയങ്ങളിലേക്ക് അതുകൊണ്ട് ഈ വിശുദ്ധ സ്ത്രീ എന്ന് അല്ലെങ്കിൽ പരിശുദ്ധ എന്ന് പറയുവാൻ അവർ കാണുന്ന മാനദണ്ഡം ഇതായിരിക്കും. നേരെ മറിച്ച് പരിശുദ്ധൻ ഒരുവനെയുള്ളൂ, അത് കർത്താവായ ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് നൽകപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധൻ എന്നുള്ള പദവിക്ക് ഒരു ജഡവും അതിന് യോഗ്യരല്ല. അത് ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ ശുദ്ധിയുള്ളവരായി തീരും. പക്ഷേ പരിശുദ്ധനായി തീരുന്നില്ല, പരിശുദ്ധൻ ഒരുവൻ മാത്രം. അതുകൊണ്ട് ആ പേരിന് യോഗ്യത ഒരു മനുഷ്യർക്കും ഇല്ല. കേവലം നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യരാണ് പ്രത്യേക ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവം വേർതിരിച്ച് തിരഞ്ഞെടുത്ത ഒരു സ്ത്രീ എന്നുള്ളതായിരിക്കുന്ന പദവിയുണ്ട്. അത് വിശുദ്ധ എന്നുള്ള ഒരു പദവി ഉണ്ട്. അതിൽ നമ്മൾ അവരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. താങ്ക് യു
നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ പറയും, ദൈവമല്ലാതെ ആരും പരിശുദ്ധനില്ല. സൃഷ്ടികളിൽ ആരും തന്നെ പരിശുദ്ധരില്ല. പക്ഷേ ദൈവവചനം അനുസരിക്കുന്നവരെ നമുക്കറിയാം സഭാ ലേഖനങ്ങളിലെല്ലാം അപ്പോസ്തലന്മാർ അഭിസംബോധന ചെയ്തിട്ടുള്ളത് റോമിലെ വിശുദ്ധന്മാരെ, തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാരെ, ഫിലിപ്പിയിലെ വിശുദ്ധന്മാരെ. അപ്പം ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരെ ദൈവവചനം വിശുദ്ധന്മാരെന്ന് വിളിക്കുമെങ്കിലും സൃഷ്ടികളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആർക്കും പരിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന പദവിയില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അതിന് വിപരീതമായി ഏതാണ്ട് AD 1400-കളിൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ നിക്കിയാസ് സൂനോദോസിന് ചുവട് പിടിച്ച് പിന്നീടുണ്ടായ കൗൺസിലുകളിൽ ഉണ്ടാക്കപ്പെട്ട മാനുഷികമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ മറിയത്തിന് പരിശുദ്ധ കന്യകാ മറിയം എന്നുള്ള പദവി ചാർത്തി കൊടുത്തിരിക്കുന്നത് ഒരിക്കലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിയും, യേശുവിന്റെ അമ്മയായ മറിയം വിശുദ്ധയാണ്, എന്നാൽ പരിശുദ്ധയല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കത്തോലിക്ക സഭ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ദാനിയേൽ പൂവണ്ണത്തിന്റെ വീഡിയോക്ക് റെഫ്യൂട്ടൽ വീഡിയോ 2-3 ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകാല വീഡിയോകളിലൊക്കെ അദ്ദേഹം മറിയത്തിന് കൊടുത്തിരുന്ന ഒരു പദവിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഹൈപ്പർ ദൂലിയ മാതാവിനുണ്ടെന്നാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഹൈപ്പർ ദൂലിയ എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അധിക വണക്കത്തിന് യോഗ്യ എന്നാണ് ഹൈപ്പർ ദൂലിയ. വിശുദ്ധന്മാർക്ക് ദൂലിയ ആണെങ്കിൽ മറിയത്തിന് ഹൈപ്പർ ദൂലിയ എന്നുള്ള പദവിയാണ് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ അധികമായ വണക്കത്തിന് യോഗ്യം. അതുകൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ മാതാവിനെ ആരാധിക്കുന്നില്ല, വണങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അധിക വണക്കം എന്ന് പറയുന്ന ആരാധന തന്നെയാണ് ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടുന്ന ആരാധന. മനുഷ്യ വ്യക്തികൾക്ക്, സൃഷ്ടികൾക്ക് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കത്തോലിക്ക സഭയിൽ ആകമാനം കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് മരിച്ചുപോയ പരേതാത്മാക്കളാണ് അവരുടെ സഭയുടെ മധ്യസ്ഥരായിട്ട് നമുക്കുള്ളതെങ്കിൽ വിശുദ്ധ സഭയ്ക്ക് ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥരാണ് ഉള്ളത്. അപ്പോൾ മധ്യസ്ഥ എന്നുള്ളൊരു സ്ഥാനം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഇന്നും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കത്തോലിക്ക പ്രഘോഷകന്മാർ, ഫാദർ ദാനിയേൽ പൂവണ്ണത്തിൽ അടക്കമുള്ള ആളുകൾ പറയുന്നത്. കൊന്ത ചെല്ലുന്നത് നിർത്തിയിട്ടില്ല, മധ്യസ്ഥത നിർത്തിയിട്ടില്ല, സഹരക്ഷക എന്നൊരു പദവി മാത്രമേ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നേരത്തെ ചെയ്തിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പോൾ മധ്യസ്ഥത ഉണ്ടെങ്കിൽ ഹൈപ്പർ ദൂലിയ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടുന്ന ആരാധന കൊടുക്കുവാൻ ഇന്നും മറിയത്തിന് ആരാധന കൊടുക്കും എന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ടെങ്കിലും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പോപ്പിന്റെ തീരുമാനങ്ങളോട് ഇവർ വിയോജിപ്പ് പ്രകടിപ്പിക്കല്ലേ. ഞാൻ മനസ്സിലാക്കത്തോളം കേരളത്തിലെ സഭയ്ക്ക് മറിയത്തെ ഈ പദവികളിൽ നിന്നെല്ലാം താഴ്ത്തി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരമൊരു വലിയൊരു ആശയക്കുഴപ്പം കത്തോലിക്ക സഭയിൽ നിന്ന് നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മധ്യസ്ഥത എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ബൈബിളിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആരാണ് ഒരു മധ്യസ്ഥത മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഉള്ളത്? മറിയത്തിന് അങ്ങനെ ഒരു മധ്യസ്ഥ സ്ഥാനം വഹിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ കഴിയുമെങ്കിൽ മറിയം ഏതൊരവസ്ഥയിൽ, നമുക്കറിയാം മധ്യസ്ഥത വഹിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മധ്യസ്ഥത വഹിക്കണം. കാരണം നമ്മളിപ്പോൾ മധ്യസ്ഥത പ്രാർത്ഥന നടത്താറുണ്ട്. ജീവിച്ചിരിക്കുന്നത് നമ്മൾ പല ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് മധ്യസ്ഥതയാണ്, ഇന്റർസെഷൻ എന്ന് നമുക്ക് പറയും. അപ്പോൾ മറിയം ഏത് വിധത്തിലുള്ള ഒരു ഇന്റർസെഷനാണ് നടത്താൻ മറിയത്തിന് കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. എന്നോടാണ്? അതെ. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ മഹത്വം കരയറ്റുന്നു. ഈ പ്രാവശ്യം ചോദിച്ച ചോദ്യം, ആർക്കാണ് മധ്യസ്ഥനാകുവാൻ പറ്റുന്നത്? അപ്പോൾ തന്നെ നമ്മൾ ആ ചുരുക്കത്തില് പരിശുദ്ധനും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയാം. പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഐ ആം ദ ഹോളി വൺ എന്ന് പറയുന്നത്. അവിടെ ഇംഗ്ലീഷിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഹോളി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി 2 അല്ല,
ഹോളി 3 അല്ല, ഹോളി 1 എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്കൊരിക്കലും പരിശുദ്ധനും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയുവാൻ സാധിക്കത്തില്ല. അതിന് നമ്മൾ വായിക്കേണ്ടത് 2 ശമൂവേൽ അതിൻ്റെ 1 ശമൂവേൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അത് അടിസ്ഥാനപരമായ ഒരു വാക്യമാണ്. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനും ഇല്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. അപ്പോൾ പറയുന്നത് യഹോവയായ ദൈവം മാത്രമാണ് പരിശുദ്ധൻ, അവനല്ലാതെ ഒരുത്തൻ പോലുമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ മാതാവ് വന്ന ശേഷം, കർത്താവായ യേശു ക്രിസ്തുവിനെ ജനിച്ച ശേഷം, കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ പോയ ശേഷം എല്ലാം എഴുതപ്പെട്ട ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. അത് പൗലോസ് റോമിലുള്ള അന്നത്തെ ക്രിസ്തുവിൽ വന്ന വിശ്വാസികൾക്ക് എഴുതുന്ന കാര്യമാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവൻ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇത് മറിയം ഉണ്ടായ ശേഷം, മറിയം ക്രിസ്തുവിനെ ജനിപ്പിച്ച ശേഷം, ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ പോയ ശേഷം പറയുന്ന കാര്യമാണ്, ദൈവമല്ലാതെ ഒരുവൻ പോലും പരിശുദ്ധൻ ഇല്ല. എന്നാൽ വിശുദ്ധൻ അല്ലെങ്കിൽ സെയിന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ വരുന്ന മനുഷ്യർക്ക് അങ്ങനെ ഒരു പദവി എന്തുകൊണ്ട് ലഭിക്കുന്നു എന്ന് വെച്ചാൽ, അവർ ആത്മാവാൽ ജനിച്ച് ദൈവമക്കളായി തീരുമ്പോൾ അവർ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ കൃപയാൽ അവർ ഒരു ഹോളി ലൈഫ് ജീവിക്കുമ്പോൾ അവരെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുവാൻ സാധിക്കും. എത്ര വിശുദ്ധന്മാരായാലും ഈ ലോകത്തിൽ പാപമുള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിലോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലോ അവരിൽ നിന്നും തെറ്റ് വരുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് പരിശുദ്ധൻ എന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആരാണ് പരിശുദ്ധൻ? പരിശുദ്ധൻ ദൈവം മാത്രമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവായ ദൈവമാണ് പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അതായത് ആദിയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ദൈവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അവിടെ പറയുന്നത് ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരാകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തോടു കൂടെ വേറെ ആരോ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നു വചനം ദൈവമായിരുന്നു. അതായത് വചനം ദൈവത്തിന്റെ ആത്മാവ് തന്നെയായിരുന്നു. ദൈവം എന്ന് പറഞ്ഞ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവ് തന്നെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒരു വ്യക്തിയല്ല കൂടെ ഉണ്ടായിരുന്നത്, ദൈവത്തിന്റെ ആത്മീയ വരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമ്മൾ വചനം വായിക്കുന്നവർ മനസ്സിലാക്കുന്നത്. ദൈവം ഒരു ആത്മാവാകുന്നു എന്ന് 1 കൊരിന്ത്യർ 12 പറയുന്നു. അങ്ങനെ പരിശുദ്ധൻ ആയ ദൈവത്തിന്റെ ആത്മീയപരമായ വചനം ജഡമായി തീർന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വന്നു. ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മീയ വരത്താൽ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ മനുഷ്യനായി ജനിച്ചതുകൊണ്ട്, മനുഷ്യനായി രൂപം കൊണ്ടതുകൊണ്ട് ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആദി മുതൽ ഒടുക്കൽ വരെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ഉള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ, അവനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്യുന്നു എന്ന് പറയുന്ന ഏക മനുഷ്യൻ ഈ ലോകത്തിൽ കടന്നു വന്നു. അവൻ ആത്മാവ് പ്രകാരം ദൈവവും അവൻ ജഡപ്രകാരം മനുഷ്യനായതുകൊണ്ട് അവൻ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയ്ക്ക് മധ്യസ്ഥനായി നിൽക്കുവാൻ യോഗ്യനായ ഒരു മനുഷ്യൻ മാത്രം ദൈവം ഒരുക്കി. അതിൽ കൂടെ ദൈവം തന്നിലും ആദാം മുഖേന മനുഷ്യനിൽ വന്ന പാപത്താൽ വന്ന ശത്രുത്വത്തെ നീക്കുവാൻ വേണ്ടി ആ മനുഷ്യനായ ക്രിസ്തു യേശു എന്ന ഏക മധ്യസ്ഥൻ ഒരു മധ്യസ്ഥനായി പ്രവർത്തിച്ചു ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ. അങ്ങനെ
മധ്യസ്ഥനാകുവാൻ യോഗ്യനായവൻ ഒരുവൻ മാത്രം, അത് ദൈവം തന്നെ തൻ്റെ വചനത്താൽ, തൻ്റെ ആത്മീയ വരത്താൽ ഒരു ഉളവായ ഒരു 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 മനുഷ്യനിൽ ഒരു മനുഷ്യനിൽ കൂടെ ഈ ലോകത്തിൽ കടന്നു വന്നു, ആ ശരീരത്തെ ഒരുക്കി തൻ്റെ മധ്യസ്ഥതയെ ഈ ലോകത്തിന് പ്രത്യക്ഷനാക്കി. ആ മധ്യസ്ഥൻ ആണ് ഏക മധ്യസ്ഥൻ. അവൻ ദൈവവുമാണ്, അവൻ മനുഷ്യനുമായതുകൊണ്ട് അവൻ യോഗ്യനായ മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ മാത്രം. അവൻ തന്നെ ദൈവവും അവൻ തന്നെ മധ്യസ്ഥനായി ഈ ലോകത്തിൽ കടന്നു വന്നു. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു മധ്യസ്ഥനുമില്ല. മധ്യസ്ഥൻ ദൈവത്തിന്റെ ഇടയ്ക്കൽ മധ്യസ്ഥത വഹിക്കണമെങ്കിൽ അവൻ പരിശുദ്ധനായിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് ദൈവം തന്നെ ജഡമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന ഏക മനുഷ്യനായ ക്രിസ്തു യേശു മാത്രമേ. ബാക്കി അതുകൊണ്ട് മറിയ സൃഷ്ടിയായവരും വേറെ ഉള്ളവർ സൃഷ്ടിയായത് കൊണ്ടും അവർക്ക് ഒരിക്കലും മധ്യസ്ഥത വഹിക്കുവാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് ഇവർ കൺഫ്യൂഷൻ ഇടാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ടോ മൂന്നോ പേർ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ കൂടി വന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വിളിക്കാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ മനുഷ്യരെ വഹിച്ചുകൊണ്ട് ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ ഇരിക്കുന്നത് കൊണ്ട് അതിനെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വിളിക്കുന്നു. അതിനെയും കൂടെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി മനുഷ്യരെ മധ്യസ്ഥരാക്കുന്നത്, അത് എല്ലാം ഇത് ചതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ബ്രദർ. വളരെ സുവ്യക്തമാണ്, ആർക്കും മനസ്സിലാകും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ബ്രദർ അതിനകത്ത് കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം റോമാലേഖനത്തിൽ നിന്ന് പറഞ്ഞത് ദൈവം മനുഷ്യരെല്ലാം പാപികൾ, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശമില്ലാത്തവരായി തീർന്നു. അപ്പം മറിയവും ആദാമ്യ പാപം വഹിച്ച് ലോകത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ 1854 പ്രഖ്യാപിച്ച മാതാവിന്റെ അമലോത്ഭവത്വം എന്നുള്ള കാര്യം പോലും അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ട് നിലനിൽക്കുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് കൂടുതലൊരു ഡിസ്കഷന് വേണ്ടിയുള്ള സമയങ്ങൾ ചുരുക്കമാണ്. എങ്കിലും കത്തോലിക്ക സഭ വിശുദ്ധ മറിയത്തെ 1950 അവരുടെ ഒരു ഇപ്രകാരമുള്ള ഒരു പ്രക്രിയയിലൂടെ, ഒരു പ്രബോധനത്തിലൂടെ സ്വർഗാരോഹണം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും മാതാവ് സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ട്, സ്വർഗത്തിൽ ആണ് മാതാവ് ഉള്ളത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ അവരുടെ ഏറ്റവും വലിയ പ്രബോധന സത്യമായിട്ട് ഈ കാര്യത്തെയും അവർ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, പിന്നെ സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പം തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയാകിയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നത് കർത്താവ് പറഞ്ഞു. ദൈവവചനത്തെ അടിസ്ഥാന ഉപദേശമാക്കാത്ത ഒരു സഭ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് കത്തോലിക്ക സഭയാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വേദഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിന് കാര്യമായ സ്ഥാനമില്ല. കാരണം ഈ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ അല്ല സഭയാണ് ആദ്യം ഉണ്ടായത്, സഭയ്ക്കകത്ത് ബൈബിൾ ഉണ്ടായതെന്നാണ്. സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പുസ്തകമായതുകൊണ്ട് ഇത് ബന്ധുക്കോസുകാരും മറ്റവരാരും ഉപയോഗിക്കേണ്ടത് അവരുടെ സോൾ പ്രൊപ്പറേറ്ററി ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്ത് നമ്മൾ അതിന്റെ കൗണ്ടർ വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി വിശുദ്ധന്മാരുടെ പാരമ്പര്യമാണ് അവർ അവകാശപ്പെടുന്നത്. ഏത് വിശുദ്ധന്മാരുടെ പാരമ്പര്യമാണ് എന്ന് ചോദിച്ചാൽ നിക്കിയ സമിതിക്ക് ശേഷമുള്ള വിശുദ്ധന്മാരുടെ പാരമ്പര്യമാണ്. മൂന്നാമതായി സഭയ്ക്ക് അവർ പറയുന്ന സഭയുടെ പ്രബോധന അധികാരത്തിൽ നിന്നാണ് അവരുടെ സഭയുടെ ഡോഗ്മാറ്റിക് അല്ലെങ്കിൽ തിയോളജിക്കൽ ആയിട്ടുള്ള അടിസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഈ മറിയത്തിന്റെ സ്വർഗാരോഹണം സംബന്ധിച്ച് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് വളരെ ചുരുക്കമായി ഒരു 4-5 മിനിറ്റിനുള്ളിൽ രാജു പാസ്റ്റർക്ക് സംസാരിക്കാം. സ്തോത്രം.
മറിയയുടെ സ്വർഗാരോഹണ ദിവസമായിട്ട് ഏതാണ്ട് ഓഗസ്റ്റ് 15 തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. അനേക കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് അനേക വിശുദ്ധന്മാരുടെ ശരീരം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ഈ മറിയ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടത്തെ നാം വിലയിരുത്തുമ്പോൾ, ദൈവവചനത്തിന്റെ ആധികാരികമായി നാം പഠിച്ചു വരുമ്പോൾ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ് ഈ സ്വർഗ അല്ലെങ്കിൽ എടുക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മാത്രമാണ് ഇനി ഒരു ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു മരിച്ച സമയത്ത് പഴയ നിയമ വിശുദ്ധന്മാരിൽ കുറച്ചു പേർ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു. ഇതിനുശേഷം ആ സമയത്ത് മറിയ ജീവിച്ചിരിക്കുന്നു, മറിയ മരിച്ചിട്ടില്ല. ഇനി കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഉപദേശിച്ചു തന്നിരിക്കുന്നത്, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലാണ് ഈ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്. അതുകൊണ്ട് മറിയയുടെ സ്വർഗാരോഹണം നടന്നിട്ടുണ്ടോ എന്നത് നമ്മൾ ശരിയായ ഒരു വിചിന്തനം ചെയ്ത് പഠിക്കേണ്ടതാണ്. ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കി നാം ഈ ഉപദേശത്തെ മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ ഇതൊരു വലിയൊരു കൾട്ടാണ് എന്നുള്ളതാണ്. അത് വിശദീകരിക്കുവാൻ സമയം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുകയാണ്, ചുരുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഈ മറിയയുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി കർത്താവിന്റെ വരവെങ്കിൽ അത് ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് സ്വർഗാരോഹണം ചെയ്തുവോ എന്നുള്ളത് വളരെ ദുഷ്ടകരമായ അല്ലെങ്കിൽ ഫോഷ്കായ ഒരു വിശ്വാസത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കും. സ്തോത്രം. ദൈവം വളരെ വ്യക്തമാണ്. കാരണം മറിയത്തിന് സുപ്രധാനമായ പദവി അവരുടെ സഭയ്ക്കകത്ത് കൊടുക്കുകയും വചനം ജനങ്ങൾ അറിയാതിരിക്കുകയും വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. കാരണം ബൈബിൾ പറയുന്നത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നതാണ്. വചനമാണ് സത്യം. ജനങ്ങൾ സത്യത്തിലേക്ക് പോകാതിരിക്കുകയും സഭ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് അവർ ബന്ധിതരായി നിൽക്കുകയും ചെയ്യണമെങ്കിൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുവാൻ, അല്ലെ ജനത്തെ തെറ്റായ ഒരു കാര്യത്തിലേക്ക് നയിക്കുവാൻ അവർക്ക് ഒരുപാട് ടൂളുകൾ ആവശ്യമുള്ളത് കൊണ്ട് അത് ഏറ്റവും വേഗത്തിൽ അധികമായി പ്രയോഗിക്കാൻ കഴിയുന്ന ഒരിടം മറിയമായതുകൊണ്ടാണ് മറിയത്തിന് ഇങ്ങനെ നിരവധി പദവികൾ മറ്റ് വിശുദ്ധന്മാർക്ക് കൊടുക്കാത്ത പദവികൾ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധന്മാരുടെ ഗണത്തിൽ വരുമ്പോൾ മറിയത്തിന് അപ്പോസ്തലന്മാരുടെ തുല്യതായ ഒരു പ്രാധാന്യമാണ് വിശുദ്ധ സഭ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. യേശുവിന്റെ അമ്മയായും മറിയവും അവരോട് കൂടെ കാത്തിരുന്നു എന്നാണ്. അപ്പോൾ പത്രോസിനോ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്ത പത്രോസിനോ, ശേഷം ജാതീയ സഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പീഡാനുഭവം കഷ്ടാനുഭവം സഹിച്ച അപ്പോസ്തലന്മാർക്കോ സഭ, കത്തോലിക്ക സഭ കൊടുക്കാത്ത വലിയൊരു പദവി സ്ഥാനം മറിയത്തിന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം, അതൊരു പക്ഷപാതപരമായ ഒരു നിലപാടാണ്. ഇതേ നിലപാടുകൾ അവർ ഒരിക്കലും പത്രോസിനോ പൗലോസിനോ അന്ത്രയോസിനോ യാക്കോബിനോ യോഹന്നാനോ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ പിശാച് വളരെ തന്ത്രപരമായി ജനത്തെ വഞ്ചിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് ഈ കത്തോലിക്ക സഭ. എല്ലായിടങ്ങളിലും സുന്ദരിയായ ഒരു യുവതിയുടെ രൂപത്തിൽ സൃഷ്ടിച്ച് സ്ഥാപിച്ച് പലവിധ വേഷങ്ങളിൽ കെട്ടി അരളിയ പണപ്പിരിവ് നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുകയും ഒരു വിശ്വാസികളുടെ ഉള്ളിൽ ഒരു വലിയ ഭയത്തിന്, ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ ഭയപ്പെടണം, അതുകൊണ്ട് നമുക്കൊരു മധ്യസ്ഥ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ജനത്തെ ആകമാനം വഞ്ചിക്കുന്ന ഈ കാര്യങ്ങൾ ഈ ഒരു പ്രബോധന രേഖയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് ചിന്താ വിഷയമായി തീരുന്നതിന് ഒരു ഇടയായി തീർന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം
നമുക്ക് ഒരുക്കിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ നിങ്ങളുടെ ശരിയായ ഒരു നിഗമനത്തിനും പരിശോധനയ്ക്കും മുമ്പാകെ സമർപ്പിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് മുൻപ് ഞാനായിരുന്ന പോലെ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് മനുഷ്യരെ ന്യായം വിധിക്കാൻ വരുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നതുകൊണ്ടും ന്യായവിധിയിൽ നിന്ന് ഒഴിവായി രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം നിങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പാകെ ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord Jesus.